അല്ലാഹു അക്ബർ നാളെങ്കിലും നിങ്ങൾ നേരത്തെ വരണിട്ടില്ലേ? വന്നില്ലെങ്കിൽ പണി തീരൂല. ഇല്ലെങ്കിൽ ഞാൻ സീഡീസിനോട് പറഞ്ഞു കൊടുക്കും. ആ ഓന്റെ രണ്ടാം ഘട്ടം ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ലാന്ന് ജോനോട് പറഞ്ഞത്. അന്റെ ബാപ്പാന്റെ രണ്ടാം ഘട്ട ഞാൻ ജീവിക്കണില്ലേ? നീ വാങ്ങ് കൊടുക്കണ നേരത്ത് ഓരോന്നും പറഞ്ഞ് ഓളെ ഇടങ്ങാറാക്കണ്ട. കൊറേ കഴിയുമ്പോ എല്ലാം ശരിയാവും. നീ എപ്പ ശരിയാവാനാ? നിങ്ങൾ അവിടെ മുണ്ടാണ്ടിരുന്നോളി. ഇപ്പൊ തന്നെ വയസ്സ് ഏറിയിക്കണ്. താഴെയുള്ളവൾക്ക് കുട്ടി 2 ആയി. ഇനിയും വൈകിയ തന്താരേ കിട്ടൂ. കുഞ്ഞായും ഇന്നും കൂടെ ചോദിച്ച്. ഒരു കൂസലും ഇല്ല. കണ്ടില്ലേ അവളെ അഹങ്കാരം? ഓള് സ്വപ്നലോകത്താ. ഒരു കാര്യം പൂരത്തിന് നല്ല തിരക്കുണ്ടായിരുന്നോ? പിന്നെ ഭയങ്കര തിരക്കല്ലായിരുന്നോ? നിന്റെ ഉമ്മ കല്യാണ തീയതി നിശ്ചയിച്ചോ? ജുമൈലാന്റെ ഉമ്മ ഒരു 2ാം കെട്ടുകാരനെ കൊണ്ട് ഇവിടെ കല്യാണം ഉറപ്പിച്ചു. അതിന്റെ സന്തോഷം അവർക്ക്. എന്നെ കിട്ടൂല. ഓ പിന്നെ എല്ലാ പെണ്ണുങ്ങളും ഇത് തന്നെ പറയുന്നത്. അടുത്ത ലീവിന് ഞാൻ വരുമ്പോ കാണാം ഒക്കത്തെ 2 കുട്ടിയോള്. അതെ, അടുത്ത ലീവ് കഴിഞ്ഞ് ഞാൻ പോകുമ്പോ നിന്നെയും കൂട്ടിയാലോ? ഇത് എന്റെ ഉമ്മ കുൽസു. അങ്ങനെ പൂരവും കഴിഞ്ഞു അല്ലേ? ഇവിടെ വന്നിട്ട് ഇപ്പൊ 2 മാസമായി. അതിന്റെ ഇടയ്ക്ക് കുറെ ഉത്സവങ്ങളും കൂടി. 2 മാസവും 20 ദിവസവും നിങ്ങളിവിടെ വന്നതിന് ശേഷം ഞാൻ ശരിക്കും ജീവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ആ ഡേറ്റ് ഞാൻ മറക്കൂല. എടാ, നീ തിരിച്ചു പോകുന്നതിന് മുൻപേ തറവാട്ടിൽ നിന്ന് കുറച്ച് ഫർണിച്ചർ എടുത്ത് ഇവിടെ കൊണ്ടിടണം കേട്ടോ. ആ ഓക്കെ അമ്മേ. ഞാൻ പോയാൽ അമ്മയ്ക്ക് സങ്കടമുണ്ടോ? അമ്മയ്ക്ക് കൂട്ടിന് ജുമയിലുണ്ടല്ലോ. അത് ശരിയാ. പക്ഷെ നീ എന്നാ തിരിച്ചു വരുന്നേ? അമ്മയ്ക്കറിയാലോ അങ്ങനെ പെട്ടെന്നൊന്നും എനിക്ക് ലീവ് കിട്ടത്തില്ല. പിന്നെ അച്ഛൻ്റെ അടുത്ത ശ്രാദ്ധത്തിന് അമ്മാമാരെ വിളിച്ചു വരുത്തി വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ഞാനും ഉണ്ടാവത്തില്ല. അമ്മ ഇവിടെ അടുത്ത അമ്പലത്തിൽ പോയാൽ മതി. വർഷങ്ങളായി ബാലേട്ടൻ പോയിട്ട്. തറവാട്ടിലായിരുന്നപ്പോൾ അത് അത്രയും അറിഞ്ഞില്ല. പക്ഷേ ഈ പുതിയ സ്ഥലം ചിലപ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര വിഷമം തോന്നും. രതിയുടെ നിർബന്ധമായി ഈ സ്ഥലം. നാട്ടിൽ നിന്ന് ഇത്രയും ദൂരം. എപ്പോഴും ഒരിടത്തിരുന്ന എന്താ ഒരു രസം? ഇവിടെ ഞാനില്ലേ രതിന്റെ അമ്മേ. അതാണ് ഒരാശ്വാസം. പൊരി കൊണ്ടുപോകുന്നില്ലേ?
ജുമേ അതും കെട്ടെടുക്ക് മതി ഓളിഞ്ഞു രുചി കൂട്ടിയിട്ട് ആ ആ ദാ, ആ കുഞ്ഞായ്മു ആ. മുരിങ്ങാച്ചാർ ഓളെ സ്പെഷ്യലാ മൊയിലിയാർക്ക് അനക്കെന്നോട് ഇരിച്ച എനിക്കെന്തിനാ ഇറിച്ച ഞാൻ ഒന്ന് കെട്ടിയാണെങ്കിലും വേമൊയില്ലേ ഈ എൻ്റെ ആയത്തെ ബീവി എനിക്ക് എന്നെ നല്ല ഇഷ്ടാ പടച്ചോനാണ്. അമ്മേ അമ്മയൊന്നും ഇങ്ങോട്ട് വേഗം വാ. ദേ മെമ്പറൊക്കെ വന്നിരിക്കുന്നു. ഇതെവിടെയാണ്? ഇതെന്താ പതിവില്ലാതെ ഈ വേഷത്തില്? നല്ല ചന്തമില്ലേ? ഇതപ്പത്തെ ഫാഷൻ. ഇത് ജുമയുടെ ബർത്ത്ഡേ ഗിഫ്റ്റാ, എനിക്കും ഇഷ്ടമായി. ഈ അമ്മയ്ക്ക് എന്താ? അമ്മയ്ക്ക് ഒന്നും ചേരത്തില്ല. എനിക്കിത് ഇഷ്ടമല്ല. ഇത് അസൂയ. സാരിക്കാട്ടും നന്നായി ചേരും. ഇപ്പൊ കണ്ടാലേ രതീന്റെ അമ്മയാണെന്ന് പറയേയില്ല. ആ അതാ കുഴപ്പം. എൻ്റെ അമ്മയ്ക്ക് ഈ സാരിയാ നല്ലത്. അമ്മ ഇത് കൊടുത്താൽ മതി. എനിക്കതാ ഇഷ്ടം. എടാ ഇത് ഇവിടെ നിന്ന് ഇടാൻ വേണ്ടിയിട്ടല്ല, കൊച്ചിയിലെ ലുലുമാളിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാ. ചേടാ ഈ സാരി കൊടുത്ത് ഉള്ളുമാളി പോയാൽ മതി. എനിക്കതാ ഇഷ്ടം. ആ വേഗം പോയി മാറിയിട്ട് വാ. അവിടേക്ക് നമുക്ക് അതൊരു സെൽഫി എടുക്കാം. ചിരിക്കേ. ഞാനൊന്നുമില്ല സെൽഫിക്ക്. രതി മെമ്പർ വരുന്നില്ലേ? അമ്മ വേഗം പോയി സാരി കൊടുത്തിട്ട് വാ. ആ, ചിരിക്കേ. ആ മതി മതി, വേഗം പോയി സാരി മാറിട്ടോ. എന്നാ തുടങ്ങാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇനി എല്ലാവരും എടുത്തോ. ജുമൈ ഉമ്മ പറഞ്ഞിട്ട് വാങ്ങിയതാ, ബീഡിയില. ഞാനൊക്കെ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട. മൈലാഞ്ചി ക്യൂട്ടിക്സ് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ തന്നോണ്ടാ. അതൊന്നുമല്ല, എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ ഒരു കാര്യം, ഈ ബീഡി തീർത്തെടുത്ത് പെണ്ണല്ലാണ്ടായോ? ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ജുമേ പറ്റുമെങ്കിൽ കഞ്ഞി ഒന്ന് വാർത്ത് തരുമോ? നോക്കി കൈവളല്ലേ. നീ എന്താ ചുമ ഇങ്ങനെ?
എന്നാ പറ, എന്ത്? രതിൻ്റെ വീട്ടിലെ കഥ. എനിക്കൊരു മൂഡില്ല. രതി പോവാറായോണ്ട് അങ്ങക്ക്? അവൻ പോയാൽ നീയില്ലേ? എന്നാ കഥ പറയും. എടി നീ മോനെ ഉറക്കിട്ട് ബാക്കി ചെയ്താ മതി. മുമ്പാ ജയ ദോശമാവ് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്ക്. വല്യമാവന് നാളെ പുട്ടും കടലയും മതിയെന്ന്. മോനൊന്ന് എവിടെ ഇരുന്നേ? മാളെ ആ കോലാമ്പി വഴി കട്ടിൻ്റെ അടിയിലേക്ക് ഒന്ന് വെച്ചേക്കണേ. വെച്ചിട്ടുണ്ട് അമ്മമ്മേ. ഈ പാതിരാത്രി നീ ഇനി എന്തെഴുതാൻ പോവാ? കവിതയാണോ? നോക്കട്ടെ. അയ്യോ പലേട്ട, ഞാൻ മുഴുവൻ എഴുതി കഴിഞ്ഞില്ലായിരുന്നു. നിഴൽ മൗനങ്ങളിൽ നിറങ്ങൾ അറിഞ്ഞിട്ടറിയാതെ നടിച്ച്. എൻ്റെ അമ്മോ, എന്താടി ഇത്? നിനക്ക് വട്ടായോ? നിഴൽ മൗനങ്ങളിൽ നിറങ്ങൾ അറിഞ്ഞിട്ടറിയാതെ നടിച്ച് നിന്നിലെ നിന്നെ അറിയാനാവാത്ത വഴി തേടി അലയുന്ന നിമിഷങ്ങളെ മൂകനിശ്വാസപ്പാളികളാൽ അടയ്ക്കാം പുകയുന്ന മനസ്സിനെ കനലായി എരിക്കാൻ. അനക്ക് ഇനി തിരക്കാനിരിക്കാനായില്ലേ? ആ, ഞാൻ ഇരുന്നോളാം. തൊഴിലുറപ്പിൻ്റെ കായ് കിട്ടാൻ വൈകും. ഇന്നത്തെ ബീഡി കൊടുത്തിട്ട് വേണം മാളുമാൻ്റെ കുട്ടിക്ക് പിറന്നാളിൻ്റെ എന്തെങ്കിലും വാങ്ങാൻ. കഴിഞ്ഞ മാസം ഓൾക്ക് കൂറി വിളിച്ചു കിട്ടിയ കായ് കൊടുത്തേ. അതിന് എനിക്കും ആവശ്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അനക്കിപ്പോൾ കെട്ടിയാനും കുടുംബമൊന്നുമില്ലല്ലോ. അപ്പം പിന്നെ അതിൻ്റെ ബേജാറും വേണ്ട. ഓലെ എഴുതിയ ഓരോരോ കഥകൾ വായിച്ച് ഇപ്പം ഇങ്ങനെയൊക്കെ പറയണത് ഉസ്താദിനോട് പറയണ്ട് ഞാൻ. ഒരു ദിവസം എല്ലാം കൂടെ വലിച്ചെറിയും. ഉമ്മ പതുക്കെ, രതിൻ്റെ അമ്മ കേൾക്കും. ഓ, ഓലാളപ്പം എൻ്റെ പടച്ചോന്. ആ എഴുതല്ലേ? ആ പെണ്ണ് തടി അനങ്ങി ഒന്നും ചെയ്യൂലാന്നേ, അതുകൊണ്ട് തൊള്ളട്ടതാ. നേരം വൈകി പോട്ടെ. എന്നാ പിന്നെ ഇന്ന് ജോലിക്ക് പോവാതിരുന്നൂടെ? പോണം, പോകാഞ്ഞാ പറ്റുമോ? Cui. Cui. ഇവിടെ ഇങ്ങനെ ഒറ്റക്കിരുന്നാലേ ഗന്ധർവം കൂടും. ജുമയിരിക്കാണ്ടിരുന്നാ മതി. എന്റെ അടുത്ത് ഒരു ഗന്ധർവനും കൂടില്ല. ഇതെന്താ കഥയാ? കവിതയാ. നോക്കട്ടെ. വേണ്ട, എഴുതിയിട്ട് കാണിക്കാം. നോക്കട്ടെ. പിന്നെ തരാന്നേ. നീ പാടൂ? ഞാൻ കവിത ഒക്കെ ചൊല്ലിയിരുന്നു. 10ാം ക്ലാസ്സോടെ നിർത്തി. ആർക്കും വേണ്ടി ഒന്നും നിർത്താൻ പാടില്ല. ഇതൊക്കെ നിന്റെ അവകാശങ്ങളാണ്, നിന്റെ സന്തോഷം. ഇങ്ങക്ക് എന്താ ഒരു സങ്കടം? ഇവിടെ വന്നിരിക്കുമ്പോൾ ചില സ്ഥലങ്ങൾ കാണുമ്പോൾ ഞാൻ ഇത്രയും കാലം ജീവിച്ച ബാലേട്ടൻ്റെ വീട് ഓർമ്മ വരും. വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും പെട്ടെന്നുള്ള ഈ മാറി താമസം, അതിൻ്റെ പെയിൻ ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പം ഇവിടെ സെറ്റായില്ലേ? ഇങ്ങക്കിപ്പോൾ ഇവിടെ ഞാനൊരു എതിയൂല്ലേ?